ഹലോ ചങ്ങായീസ്, എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള വുഡൻ ക്ലിപ്പും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കപ്പും വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ ഇൻട്രോ ഒന്നും പറയുന്നില്ല, കാരണം ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ആണ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്രാഫ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വുഡൻ ക്ലിപ്പിൽ ഇത് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വുഡൻ ക്ലിപ്പ് നമ്മുടെ തുണിക്ക് നനച്ചിട്ടിട്ട് ക്ലിപ്പ് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ എങ്കിലും ഒരു അബദ്ധം പറ്റി, ഞാൻ അതൊന്നും ഓർത്തില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ ഒരു പൂപ്പല് പോലെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ തുണിയിലൊന്നും കുത്തിയിടാനോ അങ്ങനെയൊന്നും നല്ലതല്ല കേട്ടോ. ഇത് ജസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാനാണ് എനിക്ക് നോക്കിയിട്ട് ഏറ്റവും നല്ലത്. കാരണം ഇവിടെ ഇച്ചിരി തണുപ്പും കൂടെ ഉള്ള സ്ഥലത്തിൻ്റെ പേരിൽ കുറച്ചും കൂടിയിട്ട് പെട്ടെന്ന് ഇത് ചീത്തയാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എന്തായാലും വാങ്ങിയതല്ലേ, നമുക്കിതൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇത് ഈ ഒരു പ്ലാനിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ചെയ്തു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു മൂന്ന് ഗ്ലാസ്സിലാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് ഇതിൽ. ജസ്റ്റ് അതിൻ്റെ ഫേസ് മാത്രം വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് നമ്മുടെ യെല്ലോ കളർ വെച്ച് ഇത് ഫുള്ളൊന്ന് പെയിന്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെയിന്റ് അടിച്ച് കപ്പ് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ എന്താണോ വേണ്ടത് അത് വരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണ്. ആ പിക്കാച്ചുവിൻ്റെ ഏതെങ്കിലും ഒരു ഇമേജ് നോക്കിയിട്ട് ജസ്റ്റ് ആ ഫേസ് മാത്രം ഒന്ന് വരുന്ന പോലെ വരച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിക്കാച്ചുവിൻ്റെ 2 കൊമ്പുകളുണ്ടല്ലോ, 2 ചെവികളോ അല്ലെങ്കിൽ കൊമ്പുകളോ എന്ത് വേണേലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ക്ലിപ്പാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ക്ലിപ്പിൻ്റെ ആവശ്യം വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ട് വേണം ഈ ഒരു ക്ലിപ്പ് റെഡിയാക്കി എടുക്കാൻ. അപ്പം നമ്മളിങ്ങനെ ഞാൻ ചെയ്ത് കാണിക്കാം. നമ്മൾ ക്ലിപ്പ് ഇങ്ങനെ കുത്തുകയായിരിക്കും, ഇതാ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് മുകളിൽ കറുപ്പ് ഷെയ്ഡ്, അതുപോലെ തന്നെ താഴോട്ട് യെല്ലോ ഷെയ്ഡ്, ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും അത് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പീക്കാച്ചുവിൻ്റെ കൊമ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഇതിലേക്ക് വെച്ചു കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിലുള്ളൊരു ഐഡിയ ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ആ ഒരു കൊമ്പും കൂടി വെച്ചിട്ട് നമ്മുടെ പീക്കാച്ചു അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ ബാക്കി 2 കാർട്ടൂൺ കഥാപാത്രങ്ങളിലൂടെ ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട ഗ്രേ കളർ കിട്ടാനായിട്ട് ഇതുപോലെ വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഗ്രേ കളർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് നമ്മൾ പെയിന്റ് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല, അപ്പോൾ നമുക്ക് കയ്യിൽ പെയിന്റ് ആവില്ല, നമുക്ക് ഒറ്റയടിക്ക് എല്ലാം അടിച്ചെടുത്ത് ഉണക്കിയെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണ് ബാക്കി പോർഷൻ കളർ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഒരു ചെറിയ മാറ്റം കൂടി വരുത്തണം. നമുക്ക് യെല്ലോയിൽ നമുക്ക് വന്നിട്ട് ഓറഞ്ച് ഒരു ഡോട്ടും കൂടി കൊടുക്കണം. കാരണം നമ്മളൊരു കുഞ്ഞു ജിറാഫിൻ്റെ ഫേസാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിൽ നമുക്ക് മുകളിലായിട്ട് ഒരു എന്താ പറയുക ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡോട്ടായിട്ട് ഓറഞ്ച് കൂടി ഞാൻ കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്രേയിൽ വന്നിട്ട് ഞാൻ വൈറ്റ് കളർ ഷെയ്ഡുമാണ് കൊടുത്തെടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിനി ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കപ്പിൽ നമ്മൾ യെല്ലോ കളർ പെയിന്റ് കൊടുത്തത് ഉണക്കാൻ വെച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ കപ്പിൽ നമ്മൾ യെല്ലോ കളർ പെയിന്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കപ്പിൽ നമ്മൾ ഇതുപോലെ വന്നിട്ട് ഗ്രേ കളറാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേ കളർ ഇല്ലാത്തവർ നമ്മൾ ബ്ലാക്കും വൈറ്റൂടെ കോമ്പിനേഷൻ ഒന്ന് ഒരുമിച്ച് ചേർത്തിട്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതും കൂടിയിട്ട് ഉണക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രേ കളർ അടിച്ച് പെയിന്റ് അടിച്ചെടുത്താൽ നമ്മുടെ കപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു മുയലുകുട്ടനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മുയലൂട്ടൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മുയലൂട്ടൻ്റെ ചെവി ഉണ്ടല്ലോ, അവൻ്റെ കൊമ്പ്, അത് നമുക്കങ്ങ് വെച്ചു കൊടുക്കാം. അതും ഇതേപോലെ ഞാൻ നേരത്തെ വെച്ച പോലെ ഒന്ന് സൈഡ് തിരിച്ച് ആ ഫേസ് കാണാൻ പറ്റുന്ന പോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് അത് രണ്ടും അങ്ങ് വെച്ചു കൊടുക്കാം.
ഇത്രേ ഉള്ളൂ കാര്യം. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത നമ്മുടെ കാർട്ടൂൺ കഥാപാത്രത്തിനെ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരു ജിറാഫിന്റെ ഫേസ് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാർട്ടൂൺ ജിറാഫ് കേട്ടോ. അപ്പൊ അതിനും ഇതുപോലെ ഗ്ലാസ് എടുത്തിട്ട് ഇനി അതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ജിറാഫിൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ ജിറാഫിൻ്റെ ആ ഒരു ദേഹത്ത് ഇങ്ങനെ വന്നിട്ട് 2 കളർ കോമ്പിനേഷനായിട്ടല്ലേ നിൽക്കുക, പുള്ളിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്ത് ആ ഒരു ഫീല് കിട്ടാൻ. ഇനി നമുക്കതായി ഒരു കൊമ്പുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ. നമ്മുടെ ജിറാഫും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് 3 കപ്പുകളും കൂടിയിട്ട് ഒരുമിച്ച് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ക്യൂട്ടായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇനി നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലിപ്പ് വെക്കുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കൊണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും വെക്കുന്നുണ്ട് ഇത് മറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് കഷ്ണം ജസ്റ്റ് ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ കാർഡ്ബോർഡിലേക്ക് നമ്മുടെ ഈ ഒരു കപ്പുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഈ ഒരു ഫെവി ബോണ്ടാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാം. അതുപോലെ ഇനി ബാക്കി 2 കപ്പുകളും കൂടി നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ പിന്നെ ലാസ്റ്റ് ഇവിടെ ചെറിയൊരു കോട്സ് ഒക്കെ കൊടുത്തു, ബി ഹാപ്പി ഓൾവേസ് എന്നൊക്കെ. കുഞ്ഞുങ്ങളുടെയൊക്കെ റൂമിൽ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു എന്താ പറയുക പെൻ ഹോൾഡർ എന്ന് പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് പറ്റിയ ഒന്നാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇനി പറയുന്നില്ല, കാരണം ഞാൻ ചന്ദനത്തിന് കൂടുതൽ വെച്ചൊരു പെൻ ഹോൾഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇതുപോലൊരു കാർഡ്ബോർഡ് വെട്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കവി സ്ട്രീം ടു ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.